ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എൻ്റെ താത്താൻ്റെ മോൾക്ക് ഒരു സ്കേർട്ടും ടോപ്പും ആട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്. പിന്നെ മേലെ ഇങ്ങനെ കുറച്ച് സ്പ്രെഡിങ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ കൊടുക്കാൻ സാറ്റിനും പിന്നെ കുറച്ച് ഫ്ലഫി ആയിട്ട് നിൽക്കാൻ അടിയിലൊരു ലെയർ കൊടുക്കാൻ പ്ലെയിന് നെറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സംഭവം ഉണ്ട്, ഇതൊക്കെ തന്നെ കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെ സ്റ്റിച്ചിങ് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ വർക്കുള്ള സൈഡ് മിഡിൻ്റെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തായിട്ടോ ഈ ഞാൻ വർക്ക് കൊടുക്കുന്നത്. ആ സ്കാലപ്പുള്ള പോർഷന് മുന്നോട്ടും പിന്നെ ഇങ്ങനെ കട്ട് വരുന്ന ബാക്കോട്ടും ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതോ ഞാൻ 7 ഇഞ്ചസ് ആട്ടോ കൊടുക്കുന്നത്. 1 ഇയർ ബേബിൻ്റെ മെഷർമെൻ്റ് ആണത്. അപ്പോൾ ഫുൾ ലെങ്ത്തിലല്ല കേട്ടോ, മുട്ടിന് കുറച്ചൊരു താഴെയുള്ള മാതിരിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് 7 ഒരു 7.5 ഒക്കെ വരുന്ന മാതിരിയാണ് ഞാൻ എടുക്കുന്നത് ലെങ്ത്ത്. അപ്പോൾ അതാ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മേലക്കൊരു ബെൽറ്റും കൂടിയും വരുമ്പോൾ ഒരു 1.5-2 ഇഞ്ച് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, ലെങ്ത്ത് കുറച്ചിട്ടാണുള്ളത്. അപ്പോൾ അത് അതേപോലെ സ്കാലപ്പുള്ളതും ബാക്കിൽ സ്കാലപ്പില്ലാത്ത ടൈപ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് നമുക്ക് ബാക്കോട്ടുള്ള പോർഷനും ഇത് നമുക്ക് ഫ്രണ്ടിലുള്ള പോർഷനും കേട്ടോ. അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കണം നമുക്ക്. ഇനിയിപ്പോൾ അതേ മെഷർമെൻറ്റിൽ ഒരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് സാറ്റിൻ്റെ ലൈനിങ്ങും പിന്നെ നമ്മളെ പ്ലെയിൻ നെറ്റും ഒക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ സാറ്റിൻ്റെ വെച്ചിട്ടുണ്ട്, അത് നമുക്കൊരു 7 വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 4 ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഓരോ പീസ് കട്ട് ചെയ്യുന്നതേ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അതൊരു ഡബിൾ പീസ് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല പ്ലഫി ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു 7 ഇഞ്ചസ് അങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമല്ലോ, അതെന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്യൂലല്ലോ. അപ്പോൾ ഫോൾഡ് ചെയ്യാനുള്ള കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ഒരു പീസ് ഇതിൽ കട്ട് ചെയ്ത് കാണിക്കുന്നു. ഇതേപോലത്തെ 2 പീസ് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാറ്റിൻ പീസും റെഡിയാക്കി ഇനി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി വേറെ ക്ലോത്ത് നെറ്റ് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ നെറ്റാട്ടോ കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ അടിയിലാട്ടോ നമ്മൾ സാറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിന് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നെറ്റിൻ്റെ ക്ലോത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടിച്ചാൽ അത്ര കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതും 2 പീസ് എടുക്കണം കേട്ടോ. ഞാൻ ഓരോ പീസേ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം നല്ല പ്ലഫി ആയിട്ട് വേണോ അത്രത്തോളം നിങ്ങൾക്ക് ക്ലോത്ത് എടുക്കാം കേട്ടോ. വിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം. അപ്പോൾ ഓരോ മീറ്റർ ക്ലോത്തൊക്കെ എടുത്തിട്ടുള്ളൂ, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അത്ര മതി. അപ്പോൾ ഇതാ ക്യാൻ നമുക്ക് അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അടിക്ക് ലൈനിങ് കുട്ടിക്ക് ഇറിറ്റേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതാ ബെൽറ്റിന് കേട്ടോ, ബെൽറ്റിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3 ഇഞ്ചസ് വിഡ്ത്തിൽ നമുക്ക് അരവണ്ണ എത്രയാണോ അതിനനുസരിച്ചിട്ട് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് സാറ്റിൻ്റെ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഇത്ര വീതി മതി കേട്ടോ. ഇനി സാറ്റിൻ്റെ പീസും അതേ സെയിം ഇതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണും കേട്ടോ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, എന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ കട്ടിങ് സ്റ്റിച്ചിങ് കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇനി ബോഡിക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ടോപ്പിനുള്ളതാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 9 ഇഞ്ചസേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഇങ്ങനെ വയറ് കാണുന്ന മോഡലായിട്ട് അത് അടിക്കുന്നത്. എനിക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു താത്ത. അപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 6.5 വിട്ട് 7 വരുന്ന മാതിരിയുള്ള
ഇതിലാട്ടോ. പിന്നെ ഷോൾഡർ വന്നിട്ട് 4 ആയിട്ട് എടുക്കുന്നത്, ആം ഹോളും 4 തന്നെ ആയിട്ട് എടുക്കുന്നത്. എന്താ ഒരു 4.5 ഒക്കെ നമുക്ക് മതി. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 2 എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ഉള്ള ടൈപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ നെക്ക് വന്നിട്ട് ഞാൻ 2 കൊടുക്കുന്നുണ്ട് കേട്ടോ. വിഡ്ത്ത് വന്നിട്ട് 2, ലെങ്ത്ത് വന്നിട്ട് 1 കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അങ്ങനെ പാക്കായിട്ടുള്ള നെക്കാണ്. കുട്ടികൾക്ക് കൂടുതലും എനിക്ക് നെക്ക് ഇഷ്ടമല്ല കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ കൂടുതലും നല്ല ഭംഗിയായിട്ടുണ്ടാവുക നെക്ക്, കൂടുതൽ കഴുത്തൊന്നും ഇല്ലാത്ത ഡ്രസ്സസ് കേട്ടോ. അപ്പോൾ ആം ഹോളും ഒന്ന് ഷേപ്പാക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ കട്ട് ചെയ്യാം, ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. നെക്ക് എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആം ഹോളും ഒന്ന് കട്ട് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പീസസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബോഡീൻ്റെ മെയിൻ പാർട്ട് റെഡിയായി. ഇനി നമുക്ക് സാറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 സാറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ലൈനിങ് കോട്ടൻ്റെ കുറവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോട്ടൺ ലൈനിങ് ഉണ്ടെങ്കിൽ അതാട്ടോ ബെറ്റർ. ഉള്ളിൽ ഇതിന് കാണുന്ന ഭാഗത്തും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ ലൈനിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്കും നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ, ചൂടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ ഞാൻ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്കേർട്ടിൻ്റെ എല്ലാ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് അല്ല, ബാക്കും ഫ്രണ്ടും ഒക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലൂസ് സ്റ്റിച്ച് കേട്ടോ, ഞാൻ കാണിക്കുന്നില്ല. ഇതാ 5 കൊടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് അടുത്ത സാധാ മെഷീനാണെങ്കിൽ അതിലും ഉണ്ടാവും കേട്ടോ, നമുക്ക് ലൂസാക്കി കൊടുക്കാൻ. അപ്പോൾ ലൂസായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസിയായി, പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇടാൻ നോക്കുന്നുണ്ട്. ഇതന്നെ ഞാൻ പറയുന്നത് എപ്പോഴും, പക്ഷെ ഓരോ തിരക്കും കാരണം ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുമായിട്ട് നമ്മൾ നൂല് പൊട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ബാക്കൊക്കെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വർക്കുള്ള മെറ്റീരിയലൊക്കെ, അല്ലെങ്കിൽ എന്താണെന്നറിയോ പൊട്ടിപ്പോകും. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ നമുക്കൊന്ന് വലിച്ചെടുത്ത് അങ്ങനെ പ്ലീറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാ മെറ്റീരിയലും ജോയിൻ്റ് ചെയ്തിട്ട് അങ്ങനെ ജോയിൻ്റ് കാണിക്കുന്നില്ല, ഞാനിങ്ങനെ സ്റ്റിച്ച് ഇടുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ഒരു പീസും കൂടി നമുക്ക് വേണം. അതെല്ലാം നമുക്കിങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ജോയിൻ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതേപോലെ ഫ്രില്ലാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം നമ്മൾ ബെൽറ്റ് ഉണ്ടാക്കിയിട്ടില്ല അതിനനുസരിച്ച് ആ വീതിക്ക് നമുക്ക് എല്ലാ ഇതും ഒന്നിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ലെവലാക്കി കൊടുക്കാം കേട്ടോ. വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി സ്കേർട്ടാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിക്കരം. അങ്ങനെ നടക്കാൻ പഠിച്ച കുട്ടികൾക്കൊക്കെ നല്ലൊരു കളറും കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചു, അതിൻ്റെ മേലെ നെറ്റിൻ്റെ ക്ലോത്ത് വെച്ച്, നെറ്റിൻ്റെ മേലെ ഞാൻ മെയിൻ ക്ലോത്ത് വെച്ചിട്ടാട്ടോ അടിക്കുന്നത്. ഫസ്റ്റ് ഇത്ര കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്താ വെച്ചാൽ മേലക്കും താഴേക്കൊക്കെ ആയിപ്പോയാൽ നമ്മൾ മെയിൻ ക്ലോത്ത് മറിച്ച് വെച്ച് അടിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയില്ലെന്ന് വിചാരിച്ചിട്ട് മെയിൻ ക്ലോത്ത് മേലേക്ക് വരുന്ന ടൈപ്പിൽ ഇതാ ഈ 3 ഫസ്റ്റ് ഞാൻ ഒന്ന് വെച്ച് പതിച്ചടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ
ഇതേപോലെ ഒന്ന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും കാണും. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പ്ലീറ്റ്സൊക്കെ കറക്റ്റാക്കിയിട്ടൊന്ന് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ശരിയാക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ആ സ്റ്റിഫ് നെറ്റ് ആ ക്യാനും ആ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടൂലേ, അത് നമ്മളിങ്ങനെ ഇതിന്മേൽ തന്നെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം കൊടുക്കുക കേട്ടോ. ഞാൻ കുഞ്ഞു കുട്ടിയല്ല, അപ്പോൾ ചെറുങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നാൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്നുവെച്ചാൽ നമ്മൾ 3 ലെയർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, ചെറുതല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ നമുക്ക് കോട്ടൻ്റെ ലൈനിങ് അല്ലേ, അതൊന്ന് പ്ലീറ്റായിട്ട് തന്നെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നെറ്റ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കോട്ടൻ്റെ ലൈനിങ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അത് കാണിക്കുന്നില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രില്ല് നമ്മൾ ഇങ്ങനെ വെച്ച് കിട്ടില്ല, അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ 3 ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബെൽറ്റ് വെച്ച് കൊടുക്കണം. അത് നിൽക്കണുണ്ടില്ല, നല്ല സ്റ്റിഫായിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് ഭാഗം, സ്കാലപ്പ് വരുന്നതാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം. ഇനി ഇതിങ്ങനെ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും കൊടുക്കുക കേട്ടോ. അതെന്തപ്പോൾ ബ്ലറായി, അതെന്താ സംഭവം എന്നറിയോ, എനിക്കിപ്പോൾ ഓർമ്മ ഒന്ന് വോയിസ് എടുത്തപ്പെട്ടോ. എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡ് വീണത്, ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 2-3 ദിവസമായി, പക്ഷേ എനിക്ക് വോയിസ് ഓവറോട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഫോണ് ഇത് മേലെ താഴേക്ക് വീണതാണ് കേട്ടോ. സ്റ്റാൻഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ എനിക്ക് സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ദിവസം തന്നെ എനിക്ക് കിട്ടിട്ടോ. പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടേണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സ്റ്റാൻഡ് വാങ്ങട്ടെ. നല്ല സ്റ്റാൻഡാണ്, നമുക്ക് അഫോർഡബിളായിട്ട് റേറ്റിൽ. ഞാൻ വേറൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതല്ല കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് നല്ല നമുക്ക് പൈസക്ക് നല്ല മുതലാട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ നീങ്ങിയൊക്കെ മേലത്തൊന്നും കാണാത്ത കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, നമുക്ക് നല്ല ഭാഗവും വെച്ചിട്ട് നല്ല ഭാഗവും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അപ്പുറത്തോട്ട് മറിച്ച് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇത് അപ്പുറത്തോട്ടൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ആ സ്റ്റിച്ചും ഇതിൻ്റെ സ്റ്റിച്ചും ഉള്ളോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ബിഗിനേഴ്സിനാട്ടോ. അത്യാവശ്യം നല്ല അറിയുന്നവർക്കൊക്കെ അത് അറിയണതായിക്കാരം, എന്നാലും എല്ലാവരും ഇപ്പോൾ അറിയണവരാണോ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാട്ടോ. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ സ്കേർട്ട് റെഡി കേട്ടോ. അപ്പോൾ ഇതാ ഫോൾഡ് ചെയ്തിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സൈഡ്സും കൂടി ഫിനിഷ് ചെയ്യാണ്ട് കേട്ടോ. അത് രണ്ടും നമ്മളെ മെയിൻ പാർട്ട് രണ്ടും ഒരേപോലെ വെച്ചിട്ട്, പിന്നെ നെറ്റിൻ്റെ പാർട്ട് ഒരേപോലെ വെച്ചിട്ട്, പിന്നെ സാറ്റിൻ്റെ പാർട്ട് അങ്ങനെ ഒക്കെ ഓരോന്നും വേറെ വേറെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ സൈഡ്സ് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ സൈഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സാറ്റിൻ്റെനൊക്കെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മേലത്തെ ഭാഗം കൂടി ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ടോപ്പ് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതാ നമുക്ക് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ മേലെ വെക്കുന്ന പീസ് കോട്ടൺ ആണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. സ്റ്റിച്ചിങ്ങിനും എളുപ്പമായിക്കാരം, നമുക്ക് കംഫർട്ടബിളും ആയിക്കാരം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാറ്റിൻ്റെ പീസ് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗത്തില്ലേ ഞാൻ അവൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ആ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതൊന്നും സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത് ഫുള്ള് ലോങ് ആയിപ്പോന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ അടിയിലിങ്ങനെ നമുക്ക് വിരിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 2 സ്റ്റിച്ച് ഇടാൻ നോക്കണം കേട്ടോ. നമ്മൾ ആ മറിച്ച് വെച്ചിട്ട് അടിച്ചില്ലേ, അപ്പോൾ എല്ലായിടത്തും ഈ 2 സ്റ്റിച്ച് ഇടാൻ നോക്കണം. എന്താ വെച്ചാൽ നമ്മൾ മേലെ ചിലയിടത്തൊന്നും സ്റ്റിച്ച് കൊടുക്കുന്നില്ല. അയൺ ചെയ്താൽ അത് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഇനിയൊരു പീസും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. സെയിം അതേ മെത്തേഡിൽ തന്നെ അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അയണും കൂടിയും ചെയ്താൽ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇത് സ്റ്റീം അയൺ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതുകൊണ്ട് അയൺ ചെയ്തെടുത്താൽ പ്ലേറ്റൊക്കെ ഇട്ടെടുത്താൽ അതേപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വാഷ് ചെയ്താലും കൂടി ആ പ്ലീറ്റ്സ് ഒന്നും നമുക്ക് ഇതാവില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒക്കെ ശരിയാക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഇസ്തിരി അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കത്തെ പാർട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഞാൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സ്റ്റീം ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ഒരു 1.5-2 ഇഞ്ചോളം നിങ്ങൾക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് മറിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ഇടുക കേട്ടോ. അത് ജസ്റ്റ് വെറുതെ എന്തിനെങ്കിലും പറ്റുമോ നോക്കിന് കേട്ടോ, ബോ എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇനി അതേപോലെ മറിച്ച് വെച്ചിട്ട് ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ലൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസിൻ്റെ അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ആയി എന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് ഫോൺ എന്തെങ്കിലും ആയതാണോ അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയതാണോ ഒന്നും അറിയില്ല. ഞാൻ എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ആക്കിയിട്ടില്ല എന്നാൽ ഫോണൊക്കെ വെച്ചിരുന്നു, പക്ഷേ വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനത് സെപ്പറേറ്റ് തന്നെ ഒരു 5 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണെങ്കിലും ഈ ലൂപ്പ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ സൈഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്താണ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. കുത്തൊന്നുമില്ല, ഉള്ളിൽ ഇറിറ്റേറ്റിംഗ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ക്ലോത്തൊക്കെ നല്ല കുത്തും. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് എത്രയാണോ ഷേപ്പ് ചെയ്യേണ്ടി വെച്ചാൽ അത്രത്തോളം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതുണ്ടല്ലോ നമ്മളുള്ളിൽ വന്നിട്ട് ഒരു സ്റ്റിച്ചൊന്നും കാണില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ 2 ഭാഗവും ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി ആ ലൂപ്പും കൂടി ഇട്ടാൽ നമുക്ക് ലൂപ്പിൽ വള്ളിയും കൂടി ഇട്ടാൽ നമ്മൾ ടോപ്പ് റെഡി ആയിട്ടോ. അപ്പോൾ ഇത് അതേപോലെയാണ് നമ്മൾ ടോപ്പ് വന്നിട്ടുള്ളത്. ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കയറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോവും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വിചാരിച്ചത് ഇതേപോലെ മതി എന്നാണ്. പിന്നെ അത് പറഞ്ഞു കുറച്ച് കഴുത്തിൻ്റെ അവിടെയും ഹാൻഡ് വർക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് തായിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഹാങ്ങിങ്സൊക്കെ. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് വലിയൊരു ബോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബാക്കിലേക്ക്. അപ്പോൾ സാറ്റിൻ്റെ ഒരു പീസും പിന്നെ ആ സ്റ്റിഫ് നെറ്റിൻ്റെ ഒരു പീസും മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 3ഉം നമുക്ക് എങ്ങനെയാണോ വേണ്ടിച്ചാൽ അതേപോലെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഏറ്റവും താഴെ സ്റ്റിഫ് നെറ്റ് വരും, അതിൻ്റെ മേലെ സാറ്റിന്, അതിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഉടനെ ഞാൻ ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നതായിക്കാരം. എല്ലാവരും കാണും കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സൈഡിൽ വരുന്ന ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. താഴെ കുറച്ച് നൂല് റെഡ് കാണുന്നതൊന്നും പറയണ്ട. സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയിക്കാരം ലാസ്റ്റിലെത്തുമ്പോൾ ബോബിൻ്റെ നൂലുണ്ട് കഴിയും. അതെല്ലാം സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും ഒരു പാടായിക്കാരം. എല്ലാം സ്റ്റിച്ച് ചെയ്യും, ലാസ്റ്റ് ആവാൻ നേരത്ത് അത് തീർന്ന് പിന്നെയും നമ്മൾ ചുറ്റേണ്ടി വരും. അത് മടിച്ചിട്ട് ഉള്ളിലല്ലേ കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്ന നൂല് തന്നെ ഞാൻ കൊടുത്തതാട്ടോ. അപ്പോൾ അത് നമ്മളെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ടൊന്ന് നൂലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അതേപോലെ ഒന്ന് നൂലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിക്കൊന്നൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമ്മളെ ബോവും റെഡി ആവും കേട്ടോ. ഈ ബോക്ക് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഹുക്ക് വെച്ചിട്ടാട്ടോ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പുമ്മൽ 2 ഹുക്കും ബോമ്മൽ ലൂപ്പ് മാതിരി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ബോമ 2 ഹുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടപ്പോൾ യൂസ് ചെയ്യാനും വേണ്ടാത്തപ്പോൾ നമുക്ക് ഊരിയെടുക്കാനും കഴിയുന്ന രൂപത്തിലാട്ടോ ഞാനിത് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബാക്കിൽ ഇങ്ങനെ കൊടുക്കാനാണ്. ഇത് കണ്ടില്ല, ഇവിടെ ചെറുതിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതിമേൽ ഹുക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഞാൻ സ്ലീവ്സ് അതായത് മിഡിലിൽ ഇങ്ങനെ ലെയേഴ്സ് ഞാൻ വെച്ച ഇത്രയും ലെയേഴ്സ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻഷാല്ല റീൽസിലൂടെ ഞാൻ ബേബി ഇട്ട ഫോട്ടോ വീഡിയോസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇത്താത്ത പറഞ്ഞതിന് ആ പിങ്ക് കളർ ഫ്ലവർ വേണ്ടെന്ന് റിമൂവ് ചെയ്യണം.